ഹായ് മക്കൾസ്, അറക്കലാണ് പ്ലാന്റ് മൂവ്മെന്റ്സ് അഥവാ സസ്യചലനങ്ങൾ. സസ്യചലനങ്ങൾ എത്ര ടൈപ്പാണെന്ന് ചോദിച്ചാൽ 2 ടൈപ്പാണ്. ഒന്ന് ട്രോപ്പിക് മൂവ്മെന്റ്, 2 നാസ്റ്റിക് മൂവ്മെന്റ്. ട്രോപ്പിക ചലനം, നാസ്തിക ചലനം. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ട്രോപ്പിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓൺ ടോപ്പാണ്. ഓൺ ടോപ്പ്, നല്ല കുട്ടി, ഗുഡ് കുട്ടി, അച്ഛാ കുട്ടി, ബഹുത് സുന്ദർ ഹേ. ഓക്കെ, ഓന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മൂവ്മെന്റ് അക്കോർഡിംഗ് ടു ദ ഡിറക്ഷൻ ഓഫ് സ്റ്റിമുലസ്. സ്റ്റിമുലസുമായിട്ട് അക്കോർഡിംഗ് ആയിരിക്കും, ഉദ്ദീപനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും അതിന്റെ ചലനം. ഉദ്ദീപന ദിശക്കനുസരിച്ചായിരിക്കും അതിന്റെ ചലനം. മൂവ്മെന്റ് അക്കോർഡിംഗ് ടു ദ ഡിറക്ഷൻ ഓഫ് സ്റ്റിമുലസുമായിട്ട് ഉദ്ദീപനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും അതിന്റെ ചലനം. ഓക്കെ, എന്ന് വെച്ചാൽ നല്ല കുട്ടിയാണ്, അനുസരണമുള്ള കുട്ടിയാണ്, ടോപ്പാണ്. അതുകൊണ്ടാണ് എന്ത് അതിനെ ട്രോപ്പിക് മൂവ്മെന്റ് എന്ന് വിളിച്ചത്. എന്നാൽ മൂവ്മെന്റ് ഈസ് നോട്ട് അക്കോർഡിംഗ് ടു ദ ഡിറക്ഷൻ ഓഫ് സ്റ്റിമുലസുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഉദ്ദീപന ദിശക്ക് അനുസരിച്ചല്ലാതെയുള്ള ചലനമാണ് ഇത് നാസ്റ്റിക് മൂവ്മെന്റ് അല്ലെങ്കിൽ നാസ്തിക ചലനം. ഉദാഹരണം പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹൈഡ്രോട്രോപ്പിസം, ഫോട്ടോട്രോപ്പിസം, കീമോട്രോപ്പിസം, ജിയോട്രോപ്പിസം, ഹാപ്റ്റോട്രോപ്പിസം. ഇതൊക്കെ എന്താണ്? ജലമുള്ള ഭാഗത്തേക്ക് വളരുന്നു, പ്രകാശമുള്ള ഭാഗത്തേക്ക് വളരുന്നു, കെമിക്കൽ ഉള്ള ഭാഗത്തേക്ക് വളരുന്നു, ഗ്രാവിറ്റി ഉള്ള ഭാഗത്തേക്ക് വളരുന്നു, ടച്ച് ചെയ്ത ഭാഗത്താണുള്ളത് അങ്ങോട്ടേക്ക് വളരുന്നു. അങ്ങനെ ഉദ്ദീപന ദിശക്ക് അനുസരിച്ചുള്ള മൂവ്മെന്റ് ഈസ് അക്കോർഡിംഗ് ടു ദ ഡിറക്ഷൻ ഓഫ് സ്റ്റിമുലസ് ആണെങ്കിൽ അവരെല്ലാവരും അനുസരണമുള്ള കുട്ടികളായതുകൊണ്ട് അവരൊക്കെ ട്രോപ്പിക് മൂവ്മെന്റ് ആണ്. എന്നാൽ അനുസരണ ഇല്ലാത്ത ദുഷ്ടൻ അവനാണെന്ത് നാസ്റ്റിക് മൂവ്മെന്റ്. മൂവ്മെന്റ് നോട്ട് അക്കോർഡിംഗ് ടു ദ ഡിറക്ഷൻ ഓഫ് സ്റ്റിമുലസ്, ഉദ്ദീപന ദിശക്ക് അനുസരിച്ചല്ലാതെയുള്ള ചലനം. അതാണ് തൊട്ടാവാടിയുടെ ചലനം, ടച്ച് മീ നോട്ട് പ്ലാന്റിന്റെ ചലനം. നമ്മൾ തൊട്ട ഭാഗത്തേക്ക് അല്ലാതെ മൂവ് ചെയ്യുക. അത് ചിലപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യാം, അങ്ങോട്ട് മൂവ് ചെയ്യാം, ഇങ്ങോട്ട് മൂവ് ചെയ്യാം, എങ്ങോട്ടേലൊക്കെ മൂവ് ചെയ്യാം. അത് ഒരു ബന്ധം ഉണ്ടാവില്ല. അതാണ് സംഭവം. ഓക്കെ, അങ്ങനെയെങ്കിൽ എൻ്റെ മുത്തുമണികൾ, എന്താ ഈ ചിത്രത്തിൽ ഒരു തെങ്ങ്. ഓക്കെ, ആ തെങ്ങ് പ്രകാശമുള്ള ഭാഗത്തോട്ട് വളരുന്നു. ഇത് ട്രോപ്പിക് മൂവ്മെന്റ് ആണോ അതോ നാസ്റ്റിക് മൂവ്മെന്റ് ആണോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ. സീ യു സൂൺ. ഓക്കെ.